വർത്തമാനത്തെ ഹൃദയം കൊണ്ട് തൊട്ടറിയുവാൻ മറ്റൊരു ദിവസത്തിലേക്ക്. ഇത് കർക്കിടകത്തിൻ്റെ 5-ാം നാൾ. ഈ കഴിഞ്ഞ 4 നാളുകളിലും 4 ചോദ്യങ്ങൾ, 4 ഉത്തരങ്ങൾ, അതിൽ നിന്ന് നാം മനസ്സിലാക്കിയ മഹത്തരമായ തത്വങ്ങൾ. ഈ 5-ാം നാളിലും ചോദ്യമുണ്ട്, ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഉത്തരം പറയുവാൻ നമ്മോടൊപ്പം ആധ്യാത്മിക ആചാര്യനുമുണ്ട്. ചോദ്യത്തിലേക്ക് കിടക്കാം. നമസ്കാരം സർ. ഇന്നത്തെ ചോദ്യം ഭരതനെക്കുറിച്ചിട്ടാണ്. ഭരതനെക്കുറിച്ച് പറയുമ്പോൾ നാം ഇപ്പോൾ കേട്ടു, രാമായണ പാരായണത്തിൽ കേട്ടു, ഭരണ നിപുണനാം കൈകേയി തനയന് ഭരതൻ എന്ന് നാമം ചെയ്തു മുനിയെന്ന്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഭരതൻ യഥാർത്ഥത്തിൽ ഒരു 6 മാസം പ്രായം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 6 മാസം പ്രായമുള്ള കുട്ടി ഭരണ നിപുണനാകും എന്ന ഒരു മുനിയുടെ, വസിഷ്ഠ മുനിയുടെ തീരുമാനം, അതൊരു മുൻകൂട്ടി കണ്ടുള്ളൊരു തീരുമാനം പോലെ ആയിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ? കാരണം ഭരതൻ രാജാവാകുമെന്ന് തീരുമാനിക്കപ്പെടുന്നതൊക്കെ പിന്നീട് എത്രയോ കാലം മുൻപാണ്. അപ്പോൾ കൈകേയിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ആദ്യം തന്നെ ഉണ്ടായിരുന്നുവോ? അത് വസിഷ്ഠ മുനി തിരിച്ചറിഞ്ഞതാണോ? അതോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ദീർഘദൃഷ്ടിയാണോ മുനിയെക്കൊണ്ട് ഭരതൻ എന്ന നാമം തിരഞ്ഞെടുപ്പിച്ചത്? പലരും ചോദിച്ചൊരു ചോദ്യമാണത്. കേവലം ശിശുഭാവത്തിലുള്ളപ്പോൾ തന്നെ വസിഷ്ഠ മഹർഷി എങ്ങനെ ഭരണ നൈപുണ്യം മനസ്സിലാക്കിയെടുത്തു എന്നുള്ളതാണ്. അത് നാമകരണം എന്ന് പറയുന്ന സംസ്കാര കർമ്മം നടത്തുന്നതിനിടയിലാണ് ഈ ഒരു പേര് ആദ്യം ശ്രീരാമന് പേര് നൽകി. എല്ലാവരെയും ആകർഷിക്കുന്നവൻ, രമിപ്പിക്കുന്നവൻ, അതുപോലെ കറുപ്പ് നിറമുള്ള, ശ്യാമള നിറമുള്ള രാമൻ എന്ന രീതിയിൽ പേരിട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി കൈകേയിയുടെ മകനാണ്. പൂയം നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ആ ഒരു പ്രത്യേകതകളും അദ്ദേഹം മനസ്സിലാക്കി. അതായത് പഴയ കാലത്തൊക്കെ ഒരു കുട്ടിക്ക് നാമകരണം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ജാതകം പരിശോധിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ കുട്ടി ജനിച്ച ആ സമയം നോക്കി ജാതകം ഗണിക്കാൻ സാധിക്കും. പക്ഷേ ഒരു പൂർണ്ണ ജാതകം അപ്പോൾ എഴുതാറില്ല. ഒരു 3 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ കഴിഞ്ഞിട്ട് പൂർണ്ണ ജാതകം എഴുതാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ ജ്യോതിഷ പണ്ഡിതനാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹം സർവജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആ നക്ഷത്രത്തിൻ്റെ സമയം നോക്കി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഭാവിയെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ അത് വിശദമായി അദ്ദേഹം പരിശോധിച്ചപ്പോൾ ശ്രീരാമൻ ജനിക്കുന്നത് നട്ടുച്ച സമയത്താണ്, ഏകദേശം 12 മണി വിചാരിക്കാം. പിറ്റേ ദിവസം രാവിലെയാണ് ഭരതൻ ജനിക്കുന്നത്, ഒരു 6 മണി സമയം. അപ്പോൾ അവർ തമ്മിലുള്ള ആ വ്യത്യാസം കേവലം 18 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീരാമൻ്റെ അതേ യോഗങ്ങളും മിക്കതും ഭരതനിലും കാണാനുണ്ട്. അതിൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് രാജയോഗം ശ്രീരാമന് മുമ്പേ തന്നെ ഉള്ളൊരു സന്ദർഭത്തിലാണ് ഭരതൻ ജനിച്ചത് എന്നാണ്. അത് അദ്ദേഹത്തെ ഒന്ന് ഞെട്ടിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം മൂത്ത മകനാണ് രാജ്യാധികാരം കിട്ടേണ്ടത്, ആ സമ്പ്രദായമാണ്. പക്ഷെ ഇവിടെ ശ്രീരാമനേക്കാളും മുമ്പേ ഭരതന് ആ രാജയോഗം കിട്ടാനും ഭരതൻ്റെ പിൻഗാമിയായിട്ട് രാമന് അധികാരം കിട്ടുള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവ് വസിഷ്ഠ മഹർഷിക്ക് മനസ്സിൽ വന്നപ്പോൾ അതെങ്ങനെ ദശരഥനോട് പറയും എന്നുള്ളൊരു വ്യാകുലത ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ അത് സത്യമാണ് താനും. കാരണം ആ യോഗം അങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ളതും വ്യക്തമായിട്ടും എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഭരണം എങ്ങനെയാണ് എന്നുള്ളതും കൂടി നോക്കുമ്പോഴും എല്ലാം വളരെ പൂർണ്ണമായ അവസ്ഥയിലാണ്. ഒരു പടി രാമനേക്കാളും എന്ന് തന്നെ പറയാം. ആ രീതിയിൽ ഭരണ നൈപുണ്യം ഈ കുട്ടിക്കുണ്ടാകും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ സംശയിച്ചില്ല, ഭരതൻ എന്ന പേര് ഇടാണ് ചെയ്തത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ പിന്നീടത് തെളിയിച്ചു. വസിഷ്ഠ മഹർഷി മനസ്സിലാക്കിയ കാര്യം ശരിയാണെന്നുള്ളത്. അവിടെ ശ്രീരാമൻ, ദശരഥ മഹാരാജാവ് മരിച്ച ഉടനെ ശ്രീരാമൻ വനത്തിൽ പോയ ആ ഘട്ടത്തിൽ ഭരതനെയാണ് അവരോധിക്കുന്നത് ഈ രാജസിംഹാസനത്തിൽ. പക്ഷെ അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരുന്നില്ല കേട്ടോ, നന്ദിഗ്രാമത്തിലാണ് പോയത്. പക്ഷേ അനന്തരാവകാശിയായി ദശരഥന് ശേഷം ഭരതനാണ് ആ രാജ്യത്തെ ഭരിക്കാനൊരു നിയോഗമുണ്ടാകുന്നത്. ആ ഭരണം തന്നെ തനിക്ക് ആവശ്യമില്ല എന്ന് പലതവണ പറഞ്ഞുവെങ്കിലും ശ്രീരാമൻ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് തൻ്റെ അനുജനെ അത് ഏറ്റെടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് തൻ്റെ പാതുകം ഭരതൻ്റെ കയ്യിൽ നൽകുന്നതും. ആ പാതുകം തലയിൽ വെച്ചുകൊണ്ട് ഭരതൻ നന്ദിഗ്രാമത്തിലേക്ക് പോയി. സിംഹാസനം, അത് അച്ഛനിരുന്ന സിംഹാസനത്തിലേക്ക് പോയില്ല. കാരണം അത് ഏട്ടനിരിക്കേണ്ട സിംഹാസനമാണ്, അതിനെനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടൊരു കുഗ്രാമമായ നന്ദിഗ്രാമത്തിൽ പോയി അവിടെ ആ പാതുകം വെച്ച് രാമദാസനായിട്ടാണ് അദ്ദേഹം ഈ 14 വർഷം രാജ്യസേവനം ചെയ്തത്. പക്ഷേ അദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരു രാജാവായിരുന്നില്ല. പ്രജകളുടെ പ്രശ്നങ്ങൾ മുഴുവനും അവരുടെ അടുത്ത് ചെന്ന് മനസ്സിലാക്കുകയും തത്സമയം തന്നെ പരിഹാരം ചെയ്ത ഒരു രീതിയായിരുന്നു ഭരതനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ വിഷമങ്ങളോ ഉണ്ടായില്ല. മാത്രമല്ല ധനധാന്യങ്ങളും മറ്റതൊക്കെ എത്രയോ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രൻ തിരിച്ച്
അയോധ്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം പുഷ്പക വിമാനത്തിലാണ് വന്നത്. ഈ സന്ദർഭത്തിൽ ഭരതൻ പുഷ്പക വിമാനത്തിൽ കയറി ഏട്ടനെ സ്വീകരിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ. ആ കാലത്ത് അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ്. അങ്ങനെ നിയുക്ത രാജാവിനെ ആ രാജാവായ ഭരതൻ അവിടെ പോയി കാണുകയാണ്. കണ്ട് തൻ്റെ ആ തലയിൽ വെച്ച മെതിയടി ഭഗവാന്റെ കാലിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ അഭാവത്തിൽ 14 വർഷം ഞാൻ അയോധ്യയിൽ സേവനം ചെയ്തു. ഭരിച്ചു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല, സേവനം ചെയ്തു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം 10 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അതെല്ലാം 10 ഇരട്ടി വളർച്ചയാണുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ അധികാരം കൈമാറുന്നത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമാനമായ ഒരു അധികാര കൈമാറ്റം രേഖപ്പെടുത്തിയായിട്ട് കാണാനില്ല. അത്രയും സത്യസന്ധമായ ആ ഒരു ഭരണം കാഴ്ചവെച്ച് അത് പൂർണ്ണമായും ആ ഭണ്ഡാരവും അതുപോലെ തന്നെ പ്രജകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും എല്ലാ മേഖലകളിലും പൂർണ്ണ വളർച്ചയും കാണിച്ചുകൊണ്ടുള്ള ആ അധികാര കൈമാറ്റം ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും പറയും, പഴയ ഗവൺമെൻറ് മുഴുവനും ട്രഷറി കാലിയാക്കിയിട്ടാണ് പോയത്, ഞങ്ങളിനി ആദ്യം മുതലേ തുടങ്ങണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭരണത്തിലേക്ക് പോകുന്നവരൊക്കെ രാമായണം വായിച്ചിരുന്നുവെങ്കിൽ ഭരതൻ്റെ ഈ ഒരു കൈമാറ്റം അവർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസ്ഥയിലേക്ക് അവർ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അതായത് രാജയോഗം എന്ന് പറഞ്ഞുവല്ലോ, ഭരതന് രാജയോഗം. അപ്പോൾ സാധാരണ കൈകേയി ഉൾപ്പെടെയുള്ള മാതാവ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നാം എപ്പോഴും സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ രാജാവായി ഇരിക്കുവാനുള്ള യോഗ്യത, അതാണ് രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സിംഹാസനത്തിലിരുന്ന് സുഖിമാനായി ജീവിച്ച് ആ ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിച്ച്, അതാണ് നമ്മുടെ ഒരു രാജാവ് എന്ന് പറയുന്ന സങ്കല്പം. പക്ഷെ അങ്ങനെയുള്ള രാജാവായിരുന്നില്ല ഭരതൻ. തികഞ്ഞ മറ്റൊരു മാർഗത്തിൽ, അതായത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതെ അതെ, അപ്പോൾ അങ്ങനെയും രാജാവായിരിക്കാം എന്നതാണ് രാമായണം പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ അതൊന്നുമില്ലാതെ ഉള്ള സൗകര്യത്തിൽ ജനങ്ങളെ സേവനം ചെയ്യുക, ഭരണമല്ല കേട്ടോ, സേവിക്കുക എന്നുള്ള ആ ഒരു രീതി എനിക്ക് തോന്നുന്നു ഈ രാമസഹോദരന്മാരാണ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്.